VCVയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറി, വടക്കാഞ്ചേരി നഗരസഭയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായ ശ്രീ PN വൈശാഖാണ്. അദ്ദേഹത്തോട് തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കാം. എങ്ങനെയായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം? അപ്രതീക്ഷിതമായിരുന്നോ? നമസ്കാരം. സ്ഥാനാർത്ഥിത്വം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത് രാഹുൽജിയാണ് ഞങ്ങളെ ഈ ടീമിനെ ടാലൻ്റ് ഹണ്ടിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നമുക്ക് പല മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തമിഴ്നാടിൻ്റെയും അതുപോലെ ലക്ഷദ്വീപിൻ്റെയും പോണ്ടിച്ചേരിയുടെയും ചുമതലയായിരുന്നു. ഭാരത് ജോഡോ യാത്രികൻ ആയിട്ട് ഞാൻ രാഹുൽജിയോടൊപ്പം ഇന്ത്യയെ വീണ്ടെടുക്കുന്ന യാത്രയിലും പങ്കാളിയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ നേതാക്കളുമൊക്കെ ആയിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടി ചെറുപ്പം എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് വടക്കാഞ്ചേരിക്ക് മാറ്റത്തിനായി വടക്കാഞ്ചേരി എല്ലാ രീതിയിലും മാറണം. അത് വടക്കാഞ്ചേരിയിലെ ജനാധിപത്യ സ്ട്രക്ചർ മാത്രമല്ല, വടക്കാഞ്ചേരിക്കൊരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നിലെ കർത്തവ്യം. തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഫീൽഡ് ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുകളെല്ലാം ഈ സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ ഒരു താല്പര്യവും ആളുകൾക്കില്ല എന്നുള്ളത് നമുക്ക് ഓരോ സാധാരണക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പല വിഷയങ്ങളും ഓരോരുത്തർക്കും പല പല വിഷയങ്ങളാണ് അത് എടുത്ത് സംസാരിക്കുന്ന ഒരു സ്ഥിതി ഈ ചുരുങ്ങിയ സമയത്ത് ഇപ്പോൾ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് 24 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളം മാറും. ആ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ കൂടെ വടക്കാഞ്ചേരിയും മാറും. ഇപ്പോൾ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പൊതുവെ വൈകി എന്നൊരു അഭിപ്രായം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം താങ്കളുടെ പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും വൈകി എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. കാരണം പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി CEC കൂടിക്കൊണ്ടാണ്. അതിലാണ് AICCയുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെജിയും അതുപോലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത് ഓരോരുത്തരെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 2-3 ആളുകളെ അവരുടെ ക്രൈറ്റീരിയ മുഴുവൻ പരിശോധിച്ച് ആ ഫീൽഡിലെ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച് ഇവർക്ക് വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടടക്കം അവരുടെ മുമ്പിലുണ്ട്. ആ റിപ്പോർട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 4ഓളം ഏജൻസികളുടെ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിത്വം പോലും ക്ലിയർ ആയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെയുണ്ട്. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രസ്ഥാനം. സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം. ഒന്ന്, എല്ലാം സിറ്റിംഗ് MLA-മാരാണ് വീണ്ടും മത്സരിക്കുന്നത്. 2, കണ്ണൂരിലെ കമ്മിറ്റി, കണ്ണൂരിൽ കൂടിയ ജില്ലാ കമ്മിറ്റിയും തിരുവനന്തപുരത്ത് ട്രെയിൻ വന്ന് അവിടെ കൂടിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന കമ്മിറ്റിയും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അത് കേന്ദ്ര കമ്മിറ്റിയും ആവുന്ന പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ വലിയ മതേതര പ്രസ്ഥാനം, അതിന് അതിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്, ആസാമിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൽ ഈ ബംഗാൾ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് നിറസാന്നിധ്യമാണ്. ഇതിൽ 2-3 സംസ്ഥാനങ്ങൾ, ഇപ്പോൾ തമിഴ്നാട് കോൺഗ്രസ് അലയൻസാണ് ഭരിക്കുന്നത്. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അപ്പോൾ ആസാമിൽ പ്രധാന പ്രതിപക്ഷം ആകെ 10-12 സീറ്റിൻ്റെ വ്യത്യാസമാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ളൂ. അപ്പോൾ പ്രധാന പ്രതിപക്ഷം ആസാമിലും കോൺഗ്രസ്സാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു സമയവും അതേപോലെ ചർച്ചകളും കൂടുതൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വൈകി എന്നൊരു അഭിപ്രായം ഒരിക്കലുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷത്തിൻ്റെ MLA ആണുള്ളത്. 10 വർഷമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അപ്പോൾ താങ്കൾ വോട്ട് ചോദിക്കുന്നത് പ്രധാനമായും രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ്, അതോ വികസനങ്ങളാണ്? ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ടും കേരളം പോലെ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാലും കൃത്യമായി നമുക്ക് പറയാൻ പറ്റും, കേരളത്തിലെ ആളുകൾ കൃത്യം വിലയിരുത്തിയിട്ടാണ്. അത് വെറുതെ എന്തെങ്കിലും കുറേ കാശ് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം
വോട്ട് ചെയ്യുന്ന ആളുകളല്ല. കൃത്യമായി എനിക്ക് ഇത് നടക്കാൻ എങ്ങനെ നടക്കും, അതിൻ്റെ വിശകലനം അടക്കം പഠിച്ചതിന് ശേഷം മാത്രം വോട്ട് ചെയ്യുന്ന, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന, കൃത്യമായി പൊളിറ്റിക്കൽ സിനാരിയോ ഫോളോ ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കലായിട്ടും വോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ നാട്ടിലെ വികസന മുരടിപ്പിനെതിരെ ഉള്ള വോട്ടിങ്ങും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? നമ്മളിപ്പോൾ ഈ ചർച്ച നടക്കുന്നത് 2026 അല്ലേ? 2026 ഇന്നും വടക്കാഞ്ചേരിയിൽ കുടിവെള്ളക്ഷാമം എത്രത്തോളമുണ്ട്? ടാങ്കർ ലോറികളിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഈ സ്ഥലത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറിയാൽ അവിടെ കുടിവെള്ളം ടാങ്കറിൽ സപ്ലൈ ചെയ്യുക. നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് എന്താ? കുടിവെള്ളം, അവന് വേണ്ട പാർപ്പിടം, ഷെൽട്ടർ, അവന് വേണ്ട ഭക്ഷണം. അത് നൽകാൻ ഈ കാലഘട്ടമായിട്ടും നമ്മുടെ നാട്ടിൽ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരാജയം ആരാണ്? 10 വർഷമായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് പറഞ്ഞു. 10 വർഷമായിട്ട് അത് സാധിച്ചില്ലെങ്കിൽ അത് ആരുടെ പരാജയമാണ്? കുടിവെള്ള പദ്ധതികൾ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായിട്ടും തകർന്നു. കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം ഒരു കല്ലിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതല്ല, അത് വെറും രാഷ്ട്രീയമാണ്. അവിടെ കൃത്യമായി ആളുകൾക്ക് കിടത്തി ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ, നമ്മുടെ തൊട്ടടുത്തുള്ള ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ നിങ്ങളവിടെ പോയി അവിടുത്തെ രോഗികളുടെ സ്ഥിതി ആലോചിക്കണം. അത് റെഫർ ചെയ്യാനുള്ള ഒരു ആശുപത്രിയാണ്. ഒരു PHCയുടെ റേഞ്ച് മാത്രം ആയിട്ടാണ് ആ ആശുപത്രി കൊണ്ടു നടക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഒരു ഡോക്ടറും അര ഡോക്ടറും ഉള്ള ദിവസങ്ങൾ അവിടെയുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വിടുക അല്ലാതെ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ എന്താ നടക്കുന്നത്? അവിടെ ഓപ്പറേഷൻ വാർഡ്, മനോജേട്ടൻ കയറി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു രോഗിക്ക് ഏറ്റവും അധികം ആവശ്യം ഹൈജീനായിട്ട് അവൻ പ്രൊട്ടക്റ്റഡ് ആവണം. അവിടെ എന്താ? മരപ്പെട്ടി ഓടുന്ന, സീലിംഗ് അടർന്ന് വീണ, പഴയ ഒരു ഓടിട്ട് എന്ന് അതിൻ്റെ അകത്ത് കിടക്കാൻ തന്നെ പേടിയാവുന്ന ഒരു കെട്ടിടമാണ് ഓപ്പറേഷൻ വാർഡ്. ഇനി അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. മെഡിക്കൽ കോളേജ്, ഇന്നും മെഡിക്കൽ കോളേജിൽ രോഗി എവിടെ കിടക്കുന്നത്? തറയിലാണ്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. പലപ്പോഴും പല ആളുകളും നമ്മളെ വിളിക്കും, വൈശാഖെ ഇവിടെ ബെഡില്ല, നിലത്ത് കിടക്കാനാണ് അവർ പറയുന്നത്, ഒരു ബെഡ് കിട്ടാൻ വഴിയുണ്ടോ? ഈ മെഡിക്കൽ കോളേജിൽ പോകുന്നവൻ ഏറ്റവും പാവപ്പെട്ടവനാണ്. അവനൊരു കട്ടിൽ നൽകാനുള്ള സൗകര്യം പോലും ചെയ്യാതെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന വീമ്പ്, അതിനോടൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. സാധാരണക്കാരൻ്റെ ബേസിക് നീഡ് അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വീമ്പ് പറയേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇനി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് MLA ഒരു വികസന രേഖ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. അതിൽ 1279 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ നാട്ടിൽ നമുക്ക് സൗകര്യമുണ്ട്. മുമ്പ് ഇതെല്ലാം പേനയോണ്ട് വരയ്ക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അത് 3D Max 3D പ്രിൻ്റ് ചെയ്യണേ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. താങ്കളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് ഒരു 3 നില കേരള സ്റ്റൈൽ കെട്ടിടമാണ് എന്ന് വെറുതെ AI കൊടുത്താൽ, ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയിലോ കൊടുത്താൽ ഒരു കെട്ടിടത്തിൻ്റെ ഫോട്ടോ വരും. അതെടുത്ത് വയ്ക്കുക, നിർമ്മാണ ഉദ്ഘാടനം, കത്രിക മുറിക്കുക. ഈ പണി അല്ലാതെ വടക്കാഞ്ചേരിയിൽ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൂർത്തീകരിച്ച എത്ര പദ്ധതികളുണ്ട്. കഴിഞ്ഞ MLA തുടങ്ങി വെച്ച പദ്ധതി പൂർത്തീകരിച്ചത് അല്ലാതെ ഈ MLA 5 വർഷമായി തുടങ്ങി പൂർത്തീകരിച്ച എത്ര പദ്ധതിയുണ്ട്? വിരലിൽ എണ്ണാവുന്ന പദ്ധതികൾ പോലും ഇല്ല. നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ പീച്ചി വാഴാനി കോറിഡോർ 2017 പ്രോജക്റ്റാണ്. അന്ന് വടക്കാഞ്ചേരിയുടെ MLA അനിൽ അക്കരയാ. അമ്മയും കുഞ്ഞും പ്രോജക്റ്റ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ, ആ മെഡിക്കൽ കോളേജിൽ അമ്മയും കുഞ്ഞും പ്രോജക്റ്റിന് ആ ഒരു ഐഡിയ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അന്നത്തെ MLA വടക്കാഞ്ചേരി MLA അനിൽ അക്കരയാ. 2017 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2018 പ്രളയം ഉണ്ടാകുന്നത്. പിന്നീട് 2 വർഷം കോവിഡ് വന്നു. കോവിഡ് കാലഘട്ടത്തിൽ എന്ത് നിർമ്മാണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത്? കേരളത്തിലല്ല, വടക്കാഞ്ചേരിയില്ല, രാജ്യത്ത് എന്ത് നിർമ്മാണമാണ് ആ ഒരു 2 വർഷം നടന്നിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് ആ പദ്ധതി നീണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചു എന്നല്ലാതെ ഈ MLA 2021 അധികാരമേറ്റതിന് ശേഷം 2026 ആകുമ്പോൾ എന്ത് മാറ്റം വടക്കാഞ്ചേരിക്ക് കൊണ്ടുവരാൻ സാധിച്ചു?
തൃശ്ശൂർ വടക്കാഞ്ചേരി റോഡ് പോലും ടാറ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ വെള്ളവര വരയ്ക്കുകയാണ് ചെയ്തത്. മുമ്പ് ചെയ്ത പ്രവൃത്തി വെള്ളവര വരയ്ക്കുകയാണ് ചെയ്തത്. കുന്നംകുളം റോഡ് മുമ്പ് മെക്കാഡം ചെയ്തതിൻ്റെ മുകളിൽ വെള്ളവര വരയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആകെ പാർലിക്കാട് മുതൽ അത്താണി വരെ 1.5 കിലോമീറ്റർ റീടാർ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിർമ്മാണോദ്ഘാടനം നടത്തിയ MLA. ഈ റീടാർ ചെയ്യുന്ന ഞാൻ ഒരു കൗൺസിലറാണ്, ഒരു ഡിവിഷൻ്റെ പ്രതിനിധിയാണ്. പുതിയ റോഡിന് നമ്മൾ കല്ലിടും, തറക്കല്ലിടും, അല്ലെങ്കിൽ നിർമ്മാണോദ്ഘാടനം നടത്തും, പോട്ടെ, മനസ്സിലാക്കാം. ഒരു പഴയ ഒരു റോഡ്, കാലങ്ങളായി നടക്കുന്ന റോഡ്, അതും BMBC ആദ്യമായി നമ്മുടെ വടക്കാഞ്ചേരി മേഖലയിൽ BMBC ചെയ്ത റോഡാണ് നമ്മുടെ തൃശ്ശൂർ ഈ കൊടുങ്ങല്ലൂർ റോഡ്. അന്ന് വടക്കാഞ്ചേരിയുടെ MLA എന്ന് പറയുന്നത് V. ബലറാമാണ്. 2004 ആദ്യമായി BMBC ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഴി അടയ്ക്കുന്ന പ്രവൃത്തി പോലും ചരട് മുറിക്കാൻ എൻ്റെ ഫോട്ടോ എൻ്റെ ഫുൾ ഫിഗർ എന്ന ഒരു സംവിധാനത്തിലേക്ക് വടക്കാഞ്ചേരിയുടെ ജനപ്രതിനിധി തരം താഴ്ന്നു എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വളരെ അധികം ഖേദകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. പൊതുവെ ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് വടക്കാഞ്ചേരിയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ്. ഇപ്പോൾ വാഴാനി ടൂറിസം പദ്ധതി ആയിക്കോട്ടെ, അതുപോലെ തന്നെ റോഡുകളുടെ വികസനം ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 1279 കോടിയോളം രൂപ കിഫ്ബിയുടെ സഹായത്തോടു കൂടി മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലൊക്കെ ഒരുപാട് ഇപ്പോൾ നമുക്ക് കാണുന്നറിയാം. ഇപ്പോൾ ഒരു കൗൺസിലറായ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നിങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഈ MLA ഒരുപാട് ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എവിടെയാണ് ഈ MLA ഫണ്ട് വിനിയോഗിച്ചത്? ഇപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കെട്ടിടത്തിൻ്റെ ഈ കാഷ്വാലിറ്റി കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം പണിയുന്നത് CN ബാലകൃഷ്ണൻ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ജനപ്രതിനിധി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വർക്കാണ്. നിങ്ങളതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ നോക്കണം. ഇത് എന്നാണ് അതിന് ഫണ്ട് വെച്ചിട്ടുള്ളത്? അത് TSലുണ്ട്. അതെടുത്ത് കാണിക്കണം MLA. ഈ പറഞ്ഞ പ്രവർത്തികൾ ഏത് കാലഘട്ടത്തിലാണെന്ന് വെല്ലുവിളിക്കുകയാണ്. ഇത് തെളിയിക്കണം. അമ്മയും കുഞ്ഞും ബ്ലോക്ക്, ഞാൻ 600 കോടി രൂപ, ഈ 1200-ൽ 600 കോടി, 200 കോടി, ഈ 200 കോടി രൂപയുടെ ബ്ലോക്ക് ഏത് കാലഘട്ടത്തിലാണ്? 2017-ലെ TSA. നിങ്ങളപ്പോൾ അത് പരിശോധിക്കുക. ഈ PT വാഴാനി കോറിഡോർ K. രാജൻ ഒല്ലൂരിൻ്റെ MLA, വടക്കാഞ്ചേരി MLA അനിൽ അക്കരയുമുള്ള സമയത്ത് അന്ന് നിർമ്മാണോദ്ഘാടനം നടത്തിയ പ്രോജക്റ്റാണ് 2017-ൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് MLAയുടെ ക്രെഡിറ്റ് ആവുക? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് മനോഹരമായിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട് ആ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷന് ഈ പദ്ധതികൾ എല്ലാം പൂർത്തീകരിക്കുന്നത് രമ്യ ഹരിദാസ് MP ആയിരുന്ന കാലഘട്ടത്തിലെ പ്രോജക്റ്റാണ്. നിങ്ങളടക്കം മീഡിയകളടക്കം എത്ര മീറ്റിങ്ങുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് മീറ്റിങ്ങാണ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്? അല്ലെങ്കിൽ എന്ത് പ്രോജക്റ്റാണ്? ആ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുക. ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പ്, ആ ബസ് സ്റ്റോപ്പിന് മുമ്പിൽ കല്ല് എഴുതി വെച്ചു, ഒരു ഉളുപ്പുമില്ലാതെ, കൂടെ എന്ന് പറഞ്ഞ്. ആ പ്രോജക്റ്റ് അനിൽ അക്കര MLA ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഡിസൈൻ അനുസരിച്ച് അതേ രീതിയിൽ അന്ന് വിഭാവനം ചെയ്ത ഒരു ബസ് സ്റ്റോപ്പാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റോപ്പ്. അന്നത്തെ MLA അദ്ദേഹത്തിൻ്റെ ആദർശപരമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും ഇത് വടക്കാഞ്ചേരി MLAയുടെ പ്രോജക്റ്റാണ്, അല്ലാതെ അനിൽ അക്കരയുടെ പ്രോജക്റ്റ് അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും വെച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വെച്ച കല്ലുകൾ തെളിഞ്ഞു കണ്ടില്ല എന്നൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? താങ്കൾ പറയുന്നത് ഒരു വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നടന്നില്ല എന്നാണോ? സാധാരണ നിലയ്ക്ക് നടക്കുന്ന കുഴി അടയ്ക്കുന്ന പ്രവൃത്തിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളല്ലാതെ വടക്കാഞ്ചേരിയിൽ എന്ത് പ്രവൃത്തി നടന്നു? ഏറ്റവും ചെറിയൊരു കാര്യം, പാർപ്പിടം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ MLA അന്ന് അനിൽ അക്കരയെ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്തത്. നീതു ജോൺസൺ എന്നൊക്കെ പറഞ്ഞ് ഓരോ തട്ടിപ്പുകൾ നടത്തിയത്. ആ കെട്ടിടം ഇന്ന് എന്താ സ്ഥിതി? പക്ഷെ ആര് കേസ് കൊടുത്തു? ഏത് കേസ്? അത് തെളിയിക്കാൻ വെല്ലുവിളിച്ചു. വീട് മുടക്കി എന്ന് പറയുന്ന കള്ളത്തരം, പച്ചക്കള്ളം, നുണയൻ എന്ന് തന്നെ പറയേണ്ടി വരും. നുണയാണ് പറയുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് അവിടെ വീട് മുടക്കിയത്? ഏത് കേസിന്റെ ബലത്തിലാണ് അവിടെ വീട് മുടക്കിയത്? ദുബായ് റെഡ് ക്രസന്റിന്റെ 16 കോടിയുടെ പ്രോജക്റ്റിൽ 10-12 കോടി രൂപ അടിച്ചു മാറ്റി. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് നിന്നത്. അല്ലാതെ നിങ്ങൾ 16 കോടി രൂപ ആ പ്രോജക്റ്റിന് ചെലവായി എന്ന് പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറാണ്, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്.
ആ കെട്ടിടം വാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 കോടി രൂപയിൽ കൂടുതൽ ഒരു രൂപ ആ കെട്ടിടം ഇപ്പോൾ നിൽക്കുന്ന സ്ഥിതിയിൽ കാണാൻ സാധിക്കില്ല. ഇന്നത്തെ റേറ്റ് കണക്കൂട്ടിയിട്ട്, ഞാൻ 5 വർഷം മുമ്പത്തെ റേറ്റ് അല്ല, ഇന്നത്തെ റേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അന്ന് എത്ര രൂപയുടെ പ്രോജക്റ്റ് അവിടെ പൂർത്തീകരിച്ചു? ബാക്കി കാശ് എവിടെ? 20 കോടി രൂപയിൽ 16 കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി കാശ് എവിടെ? അതിനുത്തരം പറയണം. ആ കാശ് കാണാനില്ല. ആ പ്രോജക്റ്റ് നിന്നു. ആ പ്രോജക്റ്റ് നിന്നാൽ എങ്ങനെ അതിനെ സബ്സിഡൈസ് ചെയ്യണം? ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഈ IAY പദ്ധതി, ഇന്ദിരാ ആവാസ് യോജന ഉൾപ്പെടെ പട്ടികജാതിക്കാരന് നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടെ EMS ഭവന വായ്പ ഉൾപ്പെടെ എല്ലാം ക്ലബ് ചെയ്തുകൊണ്ടാണ് ലൈഫ് എന്ന് പറഞ്ഞ ഒറ്റ ഭവന പ്രോജക്റ്റ് ആക്കിയത്. ആ ലൈഫ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ കെട്ടിടം പൂർത്തീകരിക്കാമായിരുന്നല്ലോ. 140 ഒരു മിനിറ്റ് ഞാൻ പൂർത്തീകരിക്കട്ടെ 140 കുടുംബങ്ങൾക്ക് അവിടെ വീട് നൽകാമായിരുന്നു. അത് പൂർത്തീകരിച്ചില്ല. എന്നാൽ അത് പൂർത്തീകരിച്ചില്ല. ഈ നിയോജകമണ്ഡലത്തിൽ ഈ ചെരപ്പറമ്പ് മാത്രമാണോ സ്ഥലമുള്ളത്, അല്ലെങ്കിൽ പുറമ്പോക്കുള്ളത്? മറ്റ് സ്ഥലങ്ങൾ, എത്രയോ സ്ഥലങ്ങളില്ലേ? ഇവിടെ എസ്റ്റേറ്റുകൾക്ക് മുമ്പിൽ സമരം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ CPIM. ആ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് പാവപ്പെട്ടവന് 3 സെൻറ്റോ 4 സെൻറ്റോ ആയി വീതിച്ച് അവിടെ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീടെങ്കിലും നിർമ്മിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ല. ഇവർ എന്നിട്ട് കണ്ണടച്ച് ഗിമിക്ക് കാണിച്ച് കുറേ AI ഫോട്ടോ വെച്ചുകൊണ്ട് വികസനമാവില്ല. വീട് അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ പട്ടി പ്രസവിക്കുന്ന അവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുക. വടക്കാഞ്ചേരിക്ക് അന്ന് കേപ്പിൻ്റെ കീഴിൽ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് CN ബാലകൃഷ്ണൻ അനുവദിച്ച കോളേജാണ്. ആ കോളേജ് പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല, ശരി, എഞ്ചിനീയറിങ്ങിന് മാർക്കറ്റില്ല. കേപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് സഹകരണ മേഖലയിൽ. കേപ്പിനെ കൊണ്ട് മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങിക്കാമായിരുന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോവുക. ഫിനിഷിംഗ് സ്കൂൾ, ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഫിനിഷിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ എഞ്ചിനീയർ ആണെങ്കിൽ എൻ്റെ പഠനം അത് പൂർത്തീകരിക്കാൻ, അതിൽ കൂടുതൽ പുതിയ ടെക്നോളജികൾ പഠിക്കാൻ ഫിനിഷിംഗ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് വിദേശത്ത് ഉള്ളതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപനമാക്കി അവിടെ മാറ്റാമായിരുന്നു. അത് ചെയ്തില്ല. കെൽട്രോണിൻ്റെ സ്ഥലം തൃശ്ശൂർ വടക്കാഞ്ചേരി ഡെയിലി പോകുന്ന ആളല്ലേ താങ്കൾ? ആ വഴി ഇടത്തെ ഭാഗത്തും നോക്കൂ. 10-15 ഏക്കർ സ്ഥലം കാട് പിടിച്ച് പ്രേതബാധയായി കിടക്കുക. എന്തു വലിയ ഇൻഡസ്ട്രി, എത്രയധികം ആളുകൾ പണിയെടുത്തിരുന്ന സ്ഥാപനം. അവിടെ ഒരു മിനി IT പാർക്കായിരുന്നു CN ബാലകൃഷ്ണൻ്റെ അന്ന് പ്രോജക്റ്റ് ഉണ്ടായിരുന്നത്. ആ പ്രോജക്റ്റ് മുഴുവൻ തകിടം മറിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഒന്നും ചെയ്തില്ല. അവിടെ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം. അതും സർക്കാരിന് കാശില്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പായി PPP പ്രോജക്റ്റായിട്ട് പോലും അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം വെറുതെ അവിടെ കാട് പിടിച്ച് കിടക്കുക. എത്ര പേർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം, ഒരു സ്ഥലം വെറുതെ കാട് പിടിച്ച് കിടക്കുക. അങ്ങനെ വടക്കാഞ്ചേരി മുതൽ നിങ്ങൾ അങ്ങോട്ട് ആടാട്ട്, കൈപ്പറമ്പ്, തോളൂർ, കോൾപ്പടവ് വരെ പോയി കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഒരു മാറ്റം നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. പൂരത്തിന്റെ നാട്ടിൽ രുചിയുടെ പൂരം. ഡെലിസ റെസിഡൻസി, വടക്കാഞ്ചേരി. ഇന്ത്യൻ, ചൈനീസ്, മുഗളായി വിഭവങ്ങൾ, 1200 പേർക്ക് ഇരിക്കാവുന്ന കല്യാണ മണ്ഡപം, AC റൂംസ്, മീറ്റിംഗ് ഹാൾ, കല്യാണ സദ്യ, മിനി പാർട്ടികൾ, ഔട്ട്ഡോർ കാറ്ററിംഗ് ആൻഡ് ഹോം ഡെലിവറി. ഡെലിസ റെസിഡൻസി, വാഴാനി റോഡ്, വടക്കാഞ്ചേരി. താങ്കൾ നേരത്തെ പറഞ്ഞു ശ്രീ അനിൽ അക്കര നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതെന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്? 2021 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം കേരളത്തിൽ എന്നല്ല, ലോകം മുഴുവൻ കോവിഡ് ഭീതിയിൽ പേടിച്ചിരിക്കുന്ന, വിറങ്ങലിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് കോവിഡിനെ ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളാണ് അത് കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഭംഗിയായി PR എക്സസൈസിലൂടെ കബളിപ്പിക്കാൻ പിണറായി വിജയനും ആ സർക്കാരിനും കൃത്യമായി സാധിച്ചു. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷത്തിനോ
അല്ലെങ്കിൽ മറ്റിതര പാർട്ടികൾക്കോ സാധിച്ചില്ല. കാരണം സമരം ചെയ്യാൻ പറ്റില്ല. ഇന്നും ഞാൻ അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോൾ ആ കേസുകളിൽ കോവിഡ് കാലഘട്ടത്തിൽ സമരം ചെയ്ത ചെറിയ ചെറിയ കൊച്ചു സമരം ചെയ്ത കേസുകൾ 5ഉം 6ഉം കേസുകൾ ഇനിയും പെൻഡിങ്ങാണ്. ആ കാലഘട്ടത്തിൽ 3 ആളായിട്ട് 5 ആളായിട്ട് ചെറിയ സമരങ്ങൾ ചെയ്ത് മര്യാദയ്ക്കൊരു സമരം പോലും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അടിയന്തരാവസ്ഥ പോലത്തെ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടം ഞങ്ങൾ എങ്ങാനും ഭരണം മാറിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മരണപ്പെടാൻ പോകുന്നു എന്നുള്ള ഭീതി എന്നും വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരെല്ലാവരും ചിന്തിച്ചു, എങ്ങാനും ഈ സർക്കാർ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ സർക്കാരിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവനൊക്കെ അപകടത്തിലാവുമല്ലോ എന്നുള്ള ഒരു പേടി അന്നത്തെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നേരത്തെ ചോദിച്ചതുപോലെ വീട് മുടക്കി, താങ്കൾക്ക് വായിൽ എങ്ങനെയാണ് വീട് മുടക്കി എന്ന് പറയുന്നത്? അനിൽ അക്കരയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ എന്തെങ്കിലും ഒരു കണ്ടന്റ് വന്നാൽ അതിൻ്റെ അടിയിൽ വെട്ടുകിളികൾ എഴുതി തുടങ്ങുകയാണ് വീട് മുടക്കിയെന്ന്. ഏതടിസ്ഥാനത്തിലാണ് വീട് മുടക്കിയത് എന്ന് ഇതുവരെയും ഇത്രയും വർഷം കഴിഞ്ഞു പറയാൻ സാധിച്ചിട്ടില്ല. ഏത് കേസ്? അനിൽ അക്കര അടക്കം കൃത്യമായി പറഞ്ഞു. അനിൽ അക്കര കൊടുത്ത കേസിന്റെ മുകളിലാണ് അവിടെ പ്രോജക്റ്റ് നിൽക്കുന്നത് എങ്കിൽ ഞാൻ എൻ്റെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അനിൽ അക്കര വെല്ലുവിളിച്ചു. അതിന് ഉത്തരമില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഒരു വൺ സൈഡഡ് ആയിട്ട് വീട് മുടക്കി എന്ന് പറയുക. അതായത് ഒരു വ്യക്തിയെ അങ്ങോട്ട് തേജോവധം ചെയ്യുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ സാഹചര്യം വെച്ച് ഞങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അനിലക്കരയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടായി. ഒരിക്കലുമല്ല, 100% പാർട്ടി അനിലക്കരയുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഇത് നേരത്തെ സൂചിപ്പിച്ചു പോലെ സമരം ചെയ്യാവുന്ന സാഹചര്യമില്ല, അല്ലെങ്കിൽ ഇത് ജനങ്ങളോട് വിളിച്ചു പറയാവുന്ന സാഹചര്യമില്ല. ഇന്നത്തെ പോലെ ഇപ്പോൾ നേരത്തെ ഒരു കടലാസ് കാണിച്ചു തന്നു MLAയുടെ വികസന പ്രവർത്തനങ്ങൾ. ഇതുപോലൊരു വികസന പ്രവർത്തനങ്ങൾ വിതരണം ചെയ്യാൻ പോലും പറ്റുന്ന സാഹചര്യമില്ല. അത് ഡിസൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ വ്യക്തി 4 സ്ഥലത്ത് പോലീസ് ചെക്ക് ചെയ്യും, അപ്പോൾ ഫൈൻ അടയ്ക്കും. അപ്പോൾ ഒന്നും ചെയ്യാവുന്ന സാഹചര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്ന ഇലക്ഷനാണ് 2021 തെരഞ്ഞെടുപ്പ്. അത് കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ CPM വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ലാതെ അത് ഒരു വലിയ പരാജയമായിട്ട് ഞങ്ങൾ ഇന്നും കണക്കൂട്ടിയിട്ടില്ല. പക്ഷേ പൊതുവെ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കുകയാണെന്നും തികച്ചും രാഷ്ട്രീയം അതല്ല എന്നുണ്ടെങ്കിൽ വികസനത്തെ മുടക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിച്ചതെന്ന് ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ അതിനെങ്ങനെയാണ് സമീപിക്കുന്നത്? ഇടതുപക്ഷത്തിന് എന്തും വായി തോന്നു കോതയ്ക്ക് പാട്ട് എന്ന് പോലെ അവർക്ക് പറയാം. അത് എല്ലാം കേട്ടിട്ട് അതിനൊക്കെ റാമുള്ളെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണം എന്നാണ് ഇതിന് ഉത്തരം പറയാനുള്ളത്. കാരണം ഇടതുപക്ഷത്തിന് അവരൊരു പാർട്ടി, അവർ കൗണ്ടർ ചെയ്യാൻ, അവരെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്തു വേണമെങ്കിലും പറയും. സ്വാഭാവികമായിട്ടും അവരെ സോഷ്യൽ മീഡിയ മാനേജർമാർ എന്തു പറയുന്നു, കുടിക്കുന്ന ഗ്ലാസ്സിൽ എഴുതി വയ്ക്കുന്ന എന്ത് ആണ് എന്ന് അത് സോഷ്യൽ മീഡിയ PR ഏജൻസി എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് ആടുന്ന മുഖ്യമന്ത്രിയുള്ള ഈ നാട്ടിൽ എന്തു വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് ശ്രമിക്കാം. പക്ഷേ അന്ന് അത് സാധിച്ചു, ഇന്നത് സാധിക്കില്ല. കാരണം കോവിഡ് എന്ന പേടിയില്ല. സാധാരണക്കാരൻ പുറത്താണ്, അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണ്, ഈ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്, ആരാണ് എൻ്റെ ജീവിതം ബെറ്ററാക്കാൻ, എൻ്റെ ജീവിതം ഒന്ന് പൊന്തിച്ചുകൊണ്ട് വരാൻ ആരാണ് ഏറ്റവും നല്ലത് എന്ന് ഉള്ള ഒരു ബുദ്ധി ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അന്നത്തെ പേടിയില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് വിവേകം കൂടുതലാണ്. താങ്കളിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി. രാഷ്ട്രീയമാണോ ജനങ്ങളോട് പറയുന്നത്, അതോ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണോ? ഏതിലാണ് മുൻതൂക്കം കൊടുക്കുന്നത്? സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് താല്പര്യം. കാരണം നമ്മുടെ ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന, അവനെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. വടക്കാഞ്ചേരി എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പട്ടണം കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയാണ് 2011 സെൻസസ് പ്രകാരം 80% അർബൻ പോപ്പുലേഷനുള്ള സ്ഥലം. അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ അർബൻ പോപ്പുലേഷനുള്ള ഈ നാട്ടിൽ വൃത്തിയായി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കളിക്കളമുണ്ടോ? നമ്മൾ മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ അതിമനോഹരമായി പുൽത്തകിടുള്ള ഒരു ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട്
കളിക്കുമ്പോൾ തെന്നി വീണാലും ഒന്നും സംഭവിക്കില്ല, കയ്യിൽ ഒരു ചെറിയ പൊട്ടൽ പോലും പറ്റാത്ത സ്ഥിതി. ഇന്ന് അവിടെ എന്താ സ്ഥിതി? കുറേ മണ്ണ് വാരിയിട്ട് വെറുതെ JCB ഇട്ട് ഓടിച്ച ഒരു പ്രവൃത്തിയല്ലാതെ എന്ത് പ്രവൃത്തിയാണ് നടന്നത്? കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ല. ഈ മഴ പെയ്യുന്ന വെള്ളം അത് സ്വീപ്പ് ചെയ്ത് പോകാൻ അടിയിൽ പൈപ്പുകൾ വെച്ച് സാധാരണ ഒരു ഗ്രൗണ്ടൊക്കെ നിർമ്മിക്കുമ്പോൾ അങ്ങനെയാണ്, അതിനുള്ള സംവിധാനം പോലും അവിടെ ഒരുക്കിയിട്ടില്ല. എന്നിട്ട് 1 കോടിയും 1.5 കോടിയും ചിലവായി എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വടക്കാഞ്ചേരി ഈ നഗരസഭയിൽ തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം കിടപ്പുണ്ട്. താങ്കൾ അവിടെ പോയി നോക്കണം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത ഒരു ഇൻഡോർ സ്റ്റേഡിയം, ആ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പ്ലാസ്റ്റിക്കുകൾ, ഖരമാലിന്യം ശേഖരിക്കുന്ന ഒരു മേഖലയാക്കി മാറ്റി. അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റും ജൈവവും അജൈവവും തരം തിരിക്കാനാണ് ഇൻഡോർ സ്റ്റേഡിയം ഉപയോഗിക്കുന്നത്, അല്ലാതെ കുട്ടികൾക്ക് കളിക്കാനല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ വടക്കാഞ്ചേരി പോലെ ഒരു അർബൻ പോപ്പുലേഷനുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കളമില്ല. അതുപോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പാർക്കുണ്ടോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ? കളിക്കാനുള്ളൊരു പാർക്ക് പോലും, നല്ല ഒരു പാർക്ക് പോലും ഈ പട്ടണത്തിലോ അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിലോ ഇല്ല. ആകെ ചെറുതായിട്ട് എടുത്തു പറയാൻ സാധിക്കുക വാഴാനി ഡാമാണ്. ആ വാഴാനി ഡാമിൽ എന്ത് വികസന പ്രവർത്തനമാണ് നടന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ? മ്യൂസിക് ഫൗണ്ടൻ എന്ന് പറഞ്ഞു. എന്ത് പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്? നിങ്ങളവിടെ പോയി നോക്കണം. അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ പണി അന്ന് CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പ്രവൃത്തി, കെട്ടിടം പണി പൂർത്തീകരിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് മറ്റു പ്രവൃത്തികൾ ഒന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ കിടക്കുക. അങ്ങനെ വാഴാനി ഡാമിൽ എന്ത് പ്രോജക്റ്റാണ് നടക്കുന്നത്? അങ്ങനെ ഓരോ സ്ഥലവും എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി, വെലങ്ങാങ്കുന്നാണെങ്കിലും കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം എന്നെ സംബന്ധിച്ചുണ്ട്. വടക്കാഞ്ചേരിയിലെ എല്ലാ പഞ്ചായത്തിലും കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളം നിർമ്മിക്കുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ അജണ്ട തന്നെയാണ്. വടക്കാഞ്ചേരിയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി, അത് പ്രത്യേക പരിഗണന എടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള പ്രോജക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. വടക്കാഞ്ചേരിയിൽ ശ്രീ വ്യാസ NSS കോളേജ് അല്ലാതെ മറ്റ് സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ഈ നിയോജകമണ്ഡലത്തിലില്ല. നമ്മൾ ഈ അർബൻ കൾച്ചറും വടക്കാഞ്ചേരി പട്ടണവും അല്ലെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ശോഭാ സിറ്റി അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ നിയോജകമണ്ഡലത്തിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താ? വിദ്യാഭ്യാസത്തിന് ഒരു സർക്കാർ കോളേജ്, അതല്ലെങ്കിൽ മറ്റു കോളേജുകൾ, അതില്ല. ഒരു സർക്കാർ കോളേജിൽ വ്യാസ കോളേജും ഒരു അൺഎയ്ഡഡ് മേഖലയിൽ സ്വാശ്രയ കോളേജുള്ളത് IS ചിറ്റലപ്പള്ളി കോളേജാണ്. വേറൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ നിയോജകമണ്ഡലത്തിലില്ല. കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളമില്ല, പഠിക്കാൻ വേണ്ട സൗകര്യമില്ല, പാർക്കുകളില്ല, വയോജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളില്ല. പിന്നെ എന്താണ്? കുടിക്കാൻ വെള്ളം പോലും നൽകാതെ, വീട് പോലും പൂർത്തീകരിക്കാതെ എന്ത് വിപ്ലവമാണ് വടക്കാഞ്ചേരിയിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കേരളത്തിൽ 5 ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തു എന്നാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്നത്. നിങ്ങളാണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു വ്യാപകമായ ആക്ഷേപം ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് മിഷൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ കിഫ്ബി ധനസഹായത്തോട് കൂടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, അതുപോലെ ആരോഗ്യരംഗത്തായാലും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കെട്ടിടങ്ങൾ, പുതിയ ലാബുകൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ ഒരുപാട് പണം വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെന്നാണ് MLA പറയുന്നത്. നിങ്ങളെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബോയ്സ് ഹൈ സ്കൂളിൽ ഒരു കെട്ടിടം പണി തുടങ്ങി പൂർത്തീകരിക്കാനായ കെട്ടിടം ഇതുവരെയും ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. 5 വർഷമായി. വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് സമീപം ഏകദേശം 10-12 ക്ലാസ് മുറികൾ പണിതിട്ടിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു പണി പൂർത്തീകരിച്ചിട്ട്. ആകെ ടൈലുകൾ ഇടുന്ന പ്രവൃത്തി മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് വിപ്ലവമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. പിന്നെ ഒരു ബോയ്സ് സ്കൂളിൻ്റെ LP സ്കൂളിൻ്റെ കെട്ടിടവും ഒരു അംഗൻവാടിയുടെ കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ചതും ഇതാണോ വികസനം? അല്ല, മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ, LP സ്കൂൾ, ഗേൾസ് ഹൈ സ്കൂൾ, അപ്പോൾ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ ഹൈടെക്കായി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബോയ്സ് സ്കൂളിലെ കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചു. ഏത് വർഷത്തെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞു. അവിടെ ആദ്യത്തെ പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. രണ്ടാമത്തെ കെട്ടിടം പൂർത്തീകരിക്കാനുണ്ടായിരുന്നത് അന്ന് CN ബാലകൃഷ്ണൻ തുടക്കം കുറിച്ചു. അനിൽ അക്കര പൂർത്തീകരിച്ച
ഇപ്പോൾ കെട്ടിടം പണി പൂർത്തീകരിച്ച് ബാക്കി ഫിനിഷിംഗ് വർക്കുകൾ മാത്രം ബാക്കി ഉണ്ടായിരുന്ന കെട്ടിടം അതും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ 2 കെട്ടിടം UDF സർക്കാർ അല്ലെങ്കിൽ UDFൻ്റെ ജനപ്രതിനിധി ഉള്ളപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ തൊട്ടപ്പുറത്തൊരു കെട്ടിടമാണ് പൂർത്തീകരിച്ചത്. ഞാൻ അതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞെന്ന് മാത്രം. ഒരു ചെറിയ ഇടവേള കൂടി. പൂരത്തിന്റെ നാട്ടിൽ രുചിയുടെ പൂരം. ഡെലിസ റെസിഡൻസി, വടക്കാഞ്ചേരി. ഇന്ത്യൻ, ചൈനീസ്, മുഗളായി വിഭവങ്ങൾ. 1200 പേർക്ക് ഇരിക്കാവുന്ന കല്യാണ മണ്ഡപം, AC റൂംസ്, മീറ്റിംഗ് ഹാൾ, കല്യാണ സദ്യ, മിനി പാർട്ടികൾ, ഔട്ട്ഡോർ കാറ്ററിംഗ് ആൻഡ് ഹോം ഡെലിവറി. ഡെലിസ റെസിഡൻസി, വാഴാനി റോഡ്, വടക്കാഞ്ചേരി. അപ്പോൾ താങ്കൾ പറഞ്ഞു സേവർ ചിറ്റലപ്പള്ളി MLA ഒന്നും ചെയ്തില്ല, ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. എന്തൊക്കെ പോരായ്മകളാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായിട്ട്? ഞാൻ സൂചിപ്പിച്ചല്ലോ, വടക്കാഞ്ചേരി മേഖലയിൽ നമ്മുടെ തൊട്ടു മുമ്പിൽ വാഴാനി ഗേറ്റ്, എത്ര നേരമാണ് സാധനക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? ഓരോ പ്രാവശ്യവും 2-3 ട്രെയിൻ പോകാനാണ്. അവിടെ ഒരു മേൽപ്പാലം ഏറ്റവും ആവശ്യമുള്ളതല്ലേ? അതിന് ഫണ്ട് അനുവദിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നു. മേൽപ്പാലം, വടക്കാഞ്ചേരി മേൽപ്പാലം, വടക്കാഞ്ചേരിയിലെ ഏറ്റവും ട്രാഫിക് ജാം ഉണ്ടായിരുന്ന ആ വടക്കാഞ്ചേരി മേൽപ്പാലം പണിതത് ആരാ? CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. മിണാലൂർ അണ്ടർപാസ് പണിതത് ആരാ? ഒരിക്കലും പറയാൻ മിണാലൂർ അണ്ടർപാസ് പണിതത് ആരാ? CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. വളപ്പായ ഓവർബ്രിഡ്ജ് പണിത് എപ്പോഴാണ്? CN ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ 3-4 പാലങ്ങൾ പണിത ഒരു കാലഘട്ടം വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പദ്ധതിയുടെ അതിൻ്റെ ഡിസൈൻ പോലും ആയിട്ടില്ല. അല്ല, അതിന്റെ ഫണ്ട് വകയിരുത്തി ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് MLA പറഞ്ഞത്. ഫണ്ട് വകയിരുത്തി അലൈൻമെന്റ് പൂർണ്ണമായും ഫിക്സ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ വടക്കാഞ്ചേരി ബൈപ്പാസ് എന്നും ഒരു ഭാഗത്ത് മണ്ണ് പരിശോധിക്കും, അത് നിർമ്മാണ ഉദ്ഘാടനം നടത്തും. അടുത്ത ഭാഗത്ത് പോവും, വീണ്ടും മണ്ണ് പരിശോധന, നിർമ്മാണ ഉദ്ഘാടനം, മണ്ണ് പരിശോധന, ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് ഇത്രയും അധികം ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ജനപ്രതിനിധിയെ ഞാൻ സമീപകാലത്ത് കണ്ടെത്തിയിട്ടില്ല. കാരണം എന്നും ഒരു ബൈപ്പാസിൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ മണ്ണ് പരിശോധന, ഉദ്ഘാടനം. എവിടെ ബൈപ്പാസ്? വടക്കാഞ്ചേരിക്ക് 200-400 കോടി രൂപയുടെ ഇത്രയും വലിയ ഒരു ബൈപ്പാസിനേക്കാൾ ഏറ്റവും സിമ്പിളായിട്ട് വടക്കാഞ്ചേരിയിൽ ചെയ്യാൻ സാധിക്കും. വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വടക്കാഞ്ചേരി മിനി ബൈപ്പാസ്, അത് കൃത്യമായി നമ്മൾ സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ്. ഞാൻ ജനപ്രതിനിധിയായി വന്നപ്പോൾ അന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്ന്, പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങി വടക്കാഞ്ചേരി പാലസ് റോഡിലൂടെ പോയി, വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് സമീപത്തെ റോഡിലൂടെ പോയി ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിത് കഴിഞ്ഞാൽ അത് ചെന്നെത്തുക വില്ലേജ് ഓഫീസിൻ്റെ കുമരനെല്ലൂർ റോഡിലെ, കുന്നംകുളം റോഡിലെ നമ്മുടെ കൃഷിഭവൻ്റെ സൈഡിലെ റോഡിലേക്കാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ഏറ്റവും എളുപ്പം അതിലൂടെ പോകും. അപ്പോൾ കുന്നംകുളം ഭാഗത്തേക്ക് ഓട്ടുപാറ ജംഗ്ഷനിലെ ബ്ലോക്കുകൾ ഒരു പരിധി വരെ, ഏകദേശം ഒരു 75-80% ബ്ലോക്കുകളും കുറയും. അതിന് വേണ്ടത് വലിയ ചെറിയൊരു തുച്ഛമായ സംഖ്യ, ഒരു 5 കോടി രൂപയുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു 8 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാമെന്നുള്ളപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ വെറുതെ 200 കോടിയുടെയും 400 കോടിയുടെയും സ്വപ്നങ്ങൾ, ദിവാസ്വപ്നങ്ങൾ കാണുന്ന ഒരു പദ്ധതിയായി വടക്കാഞ്ചേരി ബൈപ്പാസ് മാറുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഖേദകരം. MLAയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ, നിങ്ങൾ തന്നെ ചോദിച്ചാൽ ഇത് എപ്പോൾ പൂർത്തീകരിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയും 10-15 വർഷം എടുക്കുന്നു. അപ്പോൾ ഏത് കാലത്ത് പൂർത്തീകരിക്കുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കിയാൽ മതി ഒരു സർക്കാർ പ്രോജക്റ്റ്. അപ്പോൾ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ ഈ നാട്ടിൽ ചെയ്യാമെന്നുള്ളപ്പോൾ അതൊന്നും തൊടാതെ വെറുതെ കാശില്ലാത്ത ഉണ്ടയില്ലാത്ത വെടി പൊട്ടിക്കുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് എന്നും അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഒരു ദിവസം പേപ്പറിൽ ഫോട്ടോ ഇല്ലെങ്കിൽ അപ്പോൾ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം, ബൈപ്പാസിൻ്റെ മണ്ണ് പരിശോധന ഉദ്ഘാടനം, ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ ഉദ്ഘാടനം,
സ്കെച്ച് മറച്ചു നോക്കിയ ഉദ്ഘാടനം, അത് തിരിച്ചു വെച്ച ഉദ്ഘാടനം, ഇങ്ങനെയൊക്കെ ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തുന്ന ഒരു ജനപ്രതിനിധിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. വടക്കാഞ്ചേരി ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖല ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയാണ്. എന്താണ് താങ്കൾക്ക് അതിന് പരിഹാരമായി പറയാനുള്ളത്? വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ പല രീതിയിലുള്ള കർഷക പ്രശ്നങ്ങളാണ് ഉള്ളത്. അത് വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ കാട്ടാനശല്യം, കൃത്യമായി കാട്ടാനശല്യം കാരണം പല കർഷകർക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇന്നുണ്ട്. എവിടെയാണ് ഇപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ഇതാ പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആനകൾ മുഴുവൻ റോഡിലൂടെ വടക്കാഞ്ചേരി പട്ടണത്തിൻ്റെ അടുത്ത് വരെ എത്തി സംസ്ഥാന പാതയെ ക്രോസ് ചെയ്യുന്ന സ്ഥിതി ഇന്ന് നമ്മുടെ വടക്കാഞ്ചേരിയിലുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് മേഖലകളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. തേങ്ങ പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നിയോജകമണ്ഡലത്തിലുണ്ട്. അവിടെയൊന്നും കൃത്യമായ ഇടപെടൽ എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ അവിടെ ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ കോൾപ്പടവുകൾ, ഈ നിയോജകമണ്ഡലത്തിൻ്റെ വടക്കാഞ്ചേരി മേഖല കുന്നും മലയുമാണെങ്കിൽ തോളൂരും ആടാട്ടും വരുന്ന മേഖല കോൾപ്പടവുകളാണ്. അവിടുത്തെ കർഷകർ ദുരിതത്തിലാണ്. അവർക്ക് മഴക്കാലത്ത് വെള്ളം കൂടി കൃഷി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതി, ആ കൃഷി ഇറക്കി കഴിഞ്ഞാൽ ആ പണം പോകുന്ന സ്ഥിതി, അതുപോലെ വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം ലഭിക്കാത്ത സ്ഥിതി. ആ ഒരു സ്ഥിതിക്ക് മാറ്റം കുറിക്കുക, അതിന് അന്ത്യം കുറിക്കുക. അതിൻ്റെ കൂടെ തന്നെ സാധാരണക്കാരായ കർഷകർക്ക് അവർക്ക് വിൽക്കുന്ന സാധനങ്ങൾക്ക് കൃത്യമായ വാല്യൂ ലഭിക്കാൻ, ആ ഒരു വാല്യൂ ലഭിക്കാൻ വേണ്ട പ്രോജക്റ്റുകൾ, അത് നമ്മുടെ ഒരു ചന്തകൾ പോലെ, നാട്ടുചന്തകൾ പോലെ ഉള്ള പ്രോജക്റ്റുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളത് കൂടി എൻ്റെ വികസന സ്വപ്നങ്ങളിൽ പ്രയോറിറ്റിയിൽ ഉള്ളതാണ് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുക. ഇപ്പോൾ താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ താങ്കളുടെ മനസ്സിലുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു മുൻഗണനാക്രമത്തിൽ താങ്കൾക്ക് പ്രധാനമായി ചെയ്തു തീർക്കേണ്ട പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിലെ ഏതൊരു സാധാരണക്കാരനെ പോലെ, വടക്കാഞ്ചേരിയിലെ ഏതൊരു ചെറുപ്പക്കാരനെ പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ ഒരുപാട് വികസന സാധ്യതകൾ നമ്മുടെ വടക്കാഞ്ചേരിയിലുണ്ട്. അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് നമുക്ക് സാധാരണക്കാരന് നൽകേണ്ട കുടിവെള്ളം. ആ കുടിവെള്ള പദ്ധതികൾ എല്ലാ മേഖലയിലും ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്ന ഒരു കാര്യം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഈ നാട്ടിലെ സാധാരണക്കാരന് ഏറ്റവും അധികം ടാങ്കർ വെള്ളമില്ലാതെ വീട്ടിൽ വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീട് നിർമ്മിച്ച് നൽകുക. അത് ഫ്ലാറ്റുകളായിട്ടാണെങ്കിൽ ഫ്ലാറ്റുകളായിട്ട്, അത് 3 സെൻറ്റിലും 4 സെൻറ്റിലും വരുന്ന വീടുകൾ, വില്ലകൾ ആയിട്ടാണെങ്കിൽ ആ രീതിയിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്വപ്നം. വടക്കാഞ്ചേരിയിലെ യുവജനങ്ങൾക്ക്, വടക്കാഞ്ചേരിയിലെ എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലും ഒരു നല്ല കളിക്കളം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ പോയിൻ്റ് ഓഫ് അജണ്ട. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ, കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് എല്ലാ പഞ്ചായത്തുകളിലും, അത് നമ്മുടെ 7 പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭയിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖല കേന്ദ്രീകരിച്ചും അങ്ങനെ 9 ചിൽഡ്രൻസ് പാർക്കുകൾ നിർമ്മിക്കുക എന്നുള്ളത് എൻ്റെ നാലാമത്തെ പോയിൻ്റ് ഓഫ് അജണ്ട. അത് കൃത്യമായി 9 എന്ന് തന്നെ കൃത്യമായി പറയുക. അതുപോലെ തന്നെ നമ്മുടെ നാട് പ്രായമാവുകയാണ്. പ്രായമായ ആളുകൾക്ക് അവർക്ക് വേണ്ട കരുതൽ നൽകാൻ നമുക്ക് ഇതുവരെയും സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ട കരുതലിൻ്റെ ഭാഗമായി അവർക്ക് ഒരു എൽഡർ ക്ലബും എൽഡർ പാർക്ക് എന്നൊരു കൺസെപ്റ്റ്, പ്രായമായ ആളുകൾക്ക് അവർക്ക് ജിമ്മ് ചെയ്യാനുള്ള സൗകര്യം, സൈക്കിൾ ചവിട്ടാനുള്ള, സൈക്ലിങ്ങിന് പറ്റുന്ന ട്രാക്ക്, നടക്കാൻ വേണ്ട ഒരു സിന്തറ്റിക് ട്രാക്ക്, അതുപോലെ യോഗ ചെയ്യാനുള്ള സൗകര്യം, അതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ജിമ്മും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഈ നേരത്തെ ചിൽഡ്രൻസ് പാർക്ക് സൂചിപ്പിച്ചതുപോലെ 9 കേന്ദ്രങ്ങളിലും സ്ഥാപിക്കുക എന്നുള്ളത് തന്നെ അത് എൻ്റെ നാലാമത്തെ പോയിൻ്റ് ഓഫ് അജണ്ട. ആ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ ഇന്ന് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. ആ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അത് കേപ്പിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് മുണ്ടത്തിക്കോട് മേഖലയിൽ അത് പൂർത്തിയാക്കാതെ ഇരിക്കുമ്പോൾ ആ പദ്ധതിയും പെടും. കെൽട്രോണിൽ കാട് പിടിച്ച് കിടക്കുന്ന ആ സ്ഥലം ഉപയോഗപ്പെടുത്തി ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ
നല്ല സംരംഭങ്ങൾ നൽകാൻ വേണ്ടി അവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും പെടും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകൾ, അത് പാർലിക്കാട് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തോളൂർ ആടാട്ട് മേഖല കേന്ദ്രീകരിച്ചും ഭംഗിയുള്ള നെൽപ്പാടമുള്ള മേഖലയാണ്. അവിടെ ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും അവർക്ക് സൊറ പറഞ്ഞ് കഥ പറഞ്ഞ് ഇരിക്കാനുള്ളൊരു ഇടം സ്ഥാപിക്കുക എന്നുള്ളത് എൻ്റെ 5ാമത്തെ പോയിൻ്റ് ഓഫ് അജണ്ടയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വടക്കാഞ്ചേരിയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, ആ പദ്ധതിയിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് സിവിൽ സർവീസിലേക്കും അതുപോലെ KS ഉൾപ്പെടെയുള്ള പരീക്ഷകളിലേക്ക് പറ്റിയ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട അക്കാഡമി ഈ വടക്കാഞ്ചേരിയിൽ തുടങ്ങുക എന്നുള്ളത് അത് എൻ്റെ പ്രയോറിറ്റിയിൽ, ആ പ്രയോറിറ്റി വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് തന്നെയാണ്. അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വടക്കാഞ്ചേരിയിൽ ഒരു നല്ല IAS അക്കാഡമി സ്ഥാപിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അത് പൂർത്തീകരിക്കാൻ എനിക്ക് ഈ 5 വർഷത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രവൃത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകൾ, ആ റോഡുകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ സാധാരണ ഏതൊരു ജനപ്രതിനിധിയും അല്ലെങ്കിൽ അതിന് ജനപ്രതിനിധിയുടെ ആവശ്യമുണ്ടെന്ന് തന്നെ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇല്ല. കാരണം PWD 3 വർഷം കൂടുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ ആ റോഡുകൾ എസ്റ്റിമേറ്റ് എടുക്കും, അത് ബഡ്ജറ്റിലേക്ക് എഴുതി വിടും, അത് പാസ്സായിട്ട് വരും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ പ്രവൃത്തികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വടക്കാഞ്ചേരിയുടെ സമഗ്ര മാറ്റത്തിന്, അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ദുരവസ്ഥ മാറ്റുക എന്നുള്ളത് പ്രയോറിറ്റിയിൽ ദ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാൻഡിഡേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് നേരെ വിരൽ ചൂണ്ടാം. ഇത് ക്യാമറയെ സാക്ഷിയാക്കി, ഈ ചാനലിനെ സാക്ഷിയാക്കിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എനിക്ക് നേരെ വിരൽ ചൂണ്ടാം. പറഞ്ഞ പ്രവൃത്തികൾ നിങ്ങൾ പൂർത്തീകരിച്ചില്ല, നിങ്ങൾ ഇനി ജനപ്രതിയാവണ്ട എന്ന് പറയാം. അതിനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം തെളിവോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ അവർ എൻ്റെ കൂടെ തന്നെ എനിക്ക് കരുതലായി, എനിക്ക് താങ്ങായി, തണലായി വടക്കാഞ്ചേരിയിലെ സാധാരണക്കാർ അണിനിരക്കും. സ്വാഭാവികമായിട്ടും ഈ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ഈ പരിപാടിയോട് വിട പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ചാനൽ നടത്തിയ ഈ ഒരു ടോക്ക് ഷോ വളരെ ഫുൾഫില്ലായി എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഇതിന് അവതാരകൻ മനോജേട്ടനെ അഭിനന്ദിച്ചുകൊണ്ടും കൂടി നിർത്തുകയാണ്. നന്ദി. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.